കോവിഡ് കാലത്ത് PPE കിറ്റ് വാങ്ങിയതിൽ അഴിമതിയുണ്ടെന്ന CAG റിപ്പോർട്ട് ആരോഗ്യമന്ത്രിയും നേരത്തെ തള്ളിയിരുന്നു. മഹാമാരിയുടെ 2 ഘട്ടങ്ങളെ കേരളം അതിജീവിച്ചുവെന്നും ഒരു മൃതദേഹം പോലും ഇവിടെ ഒഴുകി നടന്നിട്ടില്ല എന്നും മന്ത്രി നിയമസഭയിൽ പറഞ്ഞു. ആഗോളതലത്തിൽ PPE കിറ്റിനും മറ്റും എല്ലാ സാമഗ്രികൾക്കും ദൗർലഭ്യം നേരിട്ടുള്ള ഒരു കാലഘട്ടത്തിൽ എങ്ങനെയും PPE കിറ്റുകൾ അത് വാങ്ങണം, ഗ്ലൗസ് ഉൾപ്പെടെ വാങ്ങി അത് സംഭരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് സംസ്ഥാന സർക്കാർ ശ്രമിച്ചിട്ടുള്ളത്. PPE കിറ്റ് ഇട്ടുകൊണ്ട് മൃതദേഹങ്ങൾ മറവ് ചെയ്തിരുന്ന ഒരു കാലഘട്ടത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത് ഓർക്കണം സർ. ആ കാലഘട്ടത്തിൽ മനുഷ്യജീവൻ സംരക്ഷിക്കുന്നതിന് വേണ്ടി സാധ്യമായതെല്ലാം സർക്കാർ ചെയ്തിട്ടുണ്ട്. അത് പലതവണ ഈ സഭയിലും നമ്മൾ വിശദീകരിച്ചിട്ടുള്ളതാണ്. ഈ സഭയിലും 2023 അത് വിശദീകരിച്ചിട്ടുള്ളതാണ്. അപ്പോൾ കൃത്യമായിട്ടുള്ള നമ്മുടെ ഒരു പുഴയിലൂടെയും മൃതദേഹം ഒഴുകി നടന്നിട്ടില്ല സർ. ഇവിടെ ഒരു ഓക്സിജൻ കിട്ടാതെ ഒരാളും മരിച്ചിട്ടില്ല സർ. വെന്റിലേറ്റർ കിട്ടാതെ ഒരാളും മരിച്ചിട്ടില്ല സർ. വികസിത രാജ്യങ്ങളിൽ അത് സംഭവിച്ചിട്ടുണ്ടെന്നുള്ളത് നമ്മൾ കാണണം സർ. വികസിത രാജ്യങ്ങളിൽ നിന്ന് മുതിർന്ന പൗരന്മാരെ അടക്കം ഇവിടേക്ക് ചികിത്സയ്ക്ക് വേണ്ടി വിട്ട സാഹചര്യം ഉണ്ടെന്ന് ഓർക്കണം സർ. അതുകൊണ്ട് കേരളത്തിന്റെ പൊതുമനസ്സ് തിരിച്ചറിഞ്ഞുകൊണ്ട് അതിനൊപ്പം ഇങ്ങനെയുള്ള നമുക്ക് രാഷ്ട്രീയമായിട്ടുള്ള വ്യത്യസ്തതകൾ ഉണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ഒരു അടിസ്ഥാനമില്ലാത്ത കാര്യങ്ങളിലേക്ക് ദയവായിട്ട് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ പോകരുതെന്നും വസ്തുതാവിരുദ്ധമായിട്ടും കാസ്പ് സംബന്ധിച്ചാണെങ്കിലും മരുന്ന് സംബന്ധിച്ചാണെങ്കിലും KMCL സംബന്ധിച്ചാണെങ്കിലും സർ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് പോകരുതെന്ന് ദയവായിട്ട് അഭ്യർത്ഥിക്കുകയാണ് സർ.